എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റിലെ കളക്ഷൻസ് ഒക്കെ? നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ, എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും കൺഫ്യൂഷൻ ആയില്ലേ? നല്ല ക്വാളിറ്റി, പശുക്കളെ വളർത്തുന്നത്. അപ്പൊ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടാലോ അതിന് അടുത്തിനെ എടുക്കണം, മാറ്റി കെട്ടി കഴിഞ്ഞപ്പോഴാണ് അടുത്ത് വേറെ വേറെ ഉണ്ടെന്ന് കാണുന്നത്. എല്ലാ പശുക്കളും മാറ്റി കെട്ടിയിരിക്കുന്നുണ്ട്. എല്ലാം നല്ല പശുക്കളായിട്ട് തോന്നുന്നുണ്ട്. റേറ്റ് കൂടി പശു എത്ര പാൽ പ്രതീക്ഷിക്കണം? 25-30. എന്താ ബ്ലാക്ക് വൈറ്റ് ആണോ? 25-30. എങ്ങനെയുണ്ടായിരുന്നു ശക്തിയുടെ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ശക്തിൻ്റെ വാങ്ങുന്നത്? 50. ഓഹോ, ഇതിന് അമ്മയ്ക്ക് 50 ലിറ്റർ കിട്ടിയെന്നാണ് പറയുന്നത്. ഇന്ന് മാർക്കറ്റിൽ വന്ന ഏറ്റവും വലിയ പശുവാണ് കേട്ടോ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും ചിന്താമണി തന്നെയാണ്. അതായത് പാല് കറവയുടെ ഈൽഡ് കൂടുതൽ നിൽക്കുന്നുണ്ട്. പിന്നെ മാക്സിമം കന്നിപ്പശുക്കളും അല്ലെങ്കിൽ പല്ല് നോക്കി എടുക്കാം. 50 ലിറ്റർ രണ്ടുകൂടെ ചേർത്തിട്ട് 45-50 ലിറ്റർ കിടക്കുന്ന മാതിരി അടിപൊളി പശുക്കളാണ്. നല്ല ഹെവി സൈസാണ്. അണ്ടേക്കാട് നല്ല സൈസ് ഉണ്ടല്ലോ നമ്മളിത് കാണുമ്പോൾ. നല്ല ബ്രീഡ് ക്വാളിറ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ. അല്ല, ഒരു ദിവസം 10 ലിറ്റർ 15 ലിറ്റർ ഒക്കെ ഉള്ളൂ. നമ്മൾ ഈ 15 20 30 കിട്ടുന്ന പറയുമ്പോൾ ആരും വിശ്വസിക്കാത്ത പല ആൾക്കാരാണ്. അപ്പൊ അവരോടൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് എങ്ങനെയാണ്? നമ്മള് നല്ല ബ്രീഡിനെ നോക്കി വളർത്തി ഇപ്പൊ എല്ലാവരും തന്നെ 30 ആ ഒരു ലെവലിലോട്ട് മാറി. ഇപ്പൊ 20-25 മാറി 30ലേക്ക് എത്തി. എല്ലാവരും ഫാമാരെല്ലാം എത്തിയിട്ടുണ്ട്. 33 കറന്നതുണ്ട്. അതില് സെക്സോട്ടഡ് കുത്തി വെച്ചുണ്ടായ ഒരു ക്രാവുണ്ട്. സെക്സോട്ടഡ് ഇമ്പോർട്ടഡ് കുത്തി വെച്ചുണ്ടായതാ. അതില് ഞാൻ ഹോട്ട്സ്റ്റാർ കുത്തി വെച്ച് അത് കൺഫേം ആയിട്ടുണ്ട്. സെക്സോട്ടഡ് செக்குனா வணக்கண்ணா, எப்படி இருக்கண்ணா? നമ്മളിപ്പോ എന്താ മാർക്കറ്റിൽ നിൽക്കുന്നത്? இப்போ சிந்தாமணி மார்க்கெட்ல இருக்கனா? ചിന്താമണി മാർക്കറ്റിൽ ടോട്ടൽ എவ்வளவு മാട് വാങ്ങിക്കണം? இப்போ வந்து 31 മാട് എടുക്കണം. നമ്മൾ എടുത്ത 31 മാട് 31ഓളം പശുക്കളാണ് ഈ ലൈനിൽ നിൽക്കുന്നത്. ഇത് എവിടത്തേക്ക് എടുത്തേക്കുന്നതാണോ? நான் இது വയനാട് എടുത്തിருக்கு, എറണാകുളം എടുത്തിருக்கு, ഇടുക്കി എടുത്തിருக்கு, അപ്പുറം പാലക്കാട് എടുത്തിருக்கு. ഏകദേശം 3-5 ജില്ലയിലേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? 5 ജില്ലക്ക് എടുത്തിരിക്കണം. ഇത് ഏകദേശം പ്രൈസ് റേഞ്ച് ഒക്കെ എന്ത് വന്നിട്ടുണ്ടോ? எல்லா ரேஞ்சிலும் இருக்கணும். மாடு வந்து ஒரு 70,000 இருந்து 1 லட்சம் வரையிலும் இருக்கலாம். 1 ലക്ഷത്തിന് മേലെ எவ்வளோ பசு மேடிச்சாலும் ഇവിടെ வந்து ஒரு കണ്ടിട്ട് പോയി നോക്കിയാൽ ബെസ്റ്റ് இருக்கும். ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ 85 90 1 എല്ലാ റേഞ്ചിലും എടുത്തു. എല്ലാ റേഞ്ചിലും എടുത്തിട്ടുണ്ട്. പാൽ കപ്പാസിറ്റി ഒക്കെ എന്ത് വന്നിട്ടുണ്ട്? എല്ലാം 20ക്ക് മേലെ തന്നെ. 20 കിലോ ഉള്ള പശു എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ചെറിയ ടൈപ്പ് ഫുൾ ബ്ലാക്ക് ഇരിക്കുന്നുണ്ട്, ബ്ലാക്ക് വൈറ്റ് ഇരിക്കുന്നുണ്ട്. ഈ നല്ല മടിപ്പവറുള്ള ഈ പശുകളൊക്കെ എന്ത് പാല് കിട്ടണം? അതൊക്കെ എല്ലാ റേഞ്ചിലും കിട്ടണം. ലൈൻ അപ്പിടിക്കണം. ഇതൊക്കെ എന്ത് പാല് പ്രതീക്ഷിക്കണം ഈ കാണുന്ന എച്ചപ്പുകളൊക്കെ? இதெல்லாம் வந்து கன்னி பிரசவம். பால் பல்லு இன்னும் பல்லு இல்லை, அதெல்லாம் ரெண்டாவது பிரசவம். இதெல்லாம் ஒரு 20 25 அந்த ரேஞ்ச் வருங்களா. இதெல்லாம் ப்ரெஸ் வச்சிருக்கு. இது ஒரு 25 கிடைக்கும், இது 25 கிடைக்கும். ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് ആവറേജ് വന്നിട്ടുണ്ടോ? எல்லாமே 1 രൂപയ്ക്ക് മേലെ വന്നിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ കന്നിയാണോ ഈ കാണുന്നത്? നല്ല കന്നി പ്രസവം. നല്ല ഇത് കന്നി എല്ലാ കന്നി പ്രസവമാണ്. ഇതെല്ലാം കന്നി പശുക്കൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. എല്ലാ ഫാമുകാർക്ക് പറ്റുന്ന ടൈപ്പ് പശുക്കളാണ്. എല്ലാ ഫാമുക്കാണ്, എല്ലാമേ ഫാമുക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, എவ்வளோ പാല് പ്രതീക്ഷിക്കണം? രണ്ടും കൂടെ 45 ലിറ്റർ ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്ന അടിപൊളി 2-4 വല്ല കന്നി പശുക്കളാണ്. നല്ല മടികൾ. പ്രസവിക്കാൻ എവിടെ നാളെ വെച്ചിരിക്കണം? പ്രസവിക്കാൻ ഒരാഴ്ച ഗ്യാപ്പുള്ള അടിപൊളി 2 കന്നി പശുക്കളാണ്. നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളാണ്. നല്ല മടിപ്പുള്ള ക്വാളിറ്റി ഉള്ള പശുക്കൾ. രണ്ടുകൂടെ എവിടെ പ്രൈസ് റേഞ്ച് ആവറേജ്? 180 റേഞ്ചിൽ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി പശുക്കൾ. ബ്രോ റേറ്റ് കിട്ടണേ? 1 लाख 1,20,000 एक पीस. मिल्क कैपेसिटी 20 लीटर 20 लीटर पर डे. 20 ലിറ്റർ ഒരു ദിവസം ഉള്ളതിന് അവർ 1.20 ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് 1,20,000. ടീത്ത് മിൽക്ക് ടീത്ത് പല്ലാകാത്ത അടിപൊളി ഒരു ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസ് சொல்லுங்க. ലാസ്റ്റ് ഫൈനൽ സെല്ലിംഗ് 1,05,000 രൂപയാണ് ലാസ്റ്റ് ചോദിക്കുന്നത്. 1,00,000 കണ്ണിയിൽ കിतना? मदर रिकॉर्ड 50 लीटर इंग्लिश है. मिल्क रिकॉर्ड मदर 50 लीटर्स पर डे. 50 लीटर्स. ഓഹോ, ഇതിന് അമ്മയ്ക്ക് 50 ലിറ്റർ കിട്ടിയെന്നാണ് പറയുന്നത് പെർ ഡേയിൽ. പ്രൈസ് इधर तो 1,05,000. 1,05,000. ടീത്ത് 6 ടീത്ത്.
6 പല്ല് പ്രായത്തിലുള്ള പശുവാണ്. 6 പല്ല് പ്രായത്തിൽ 1,05,000 രൂപ ചോദിക്കുന്നത്. This final selling price 90,000. Negotiable. Milk capacity 18 liters per day. 18 ലിറ്റർ. ഓക്കെ, 18 ലിറ്റർ ഒരു ദിവസം കിട്ടുന്നു. 90,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. 6 പല്ല്. പ്രൈസ് റേഞ്ച് ബ്രോ? പ്രൈസ് 85. ഇത് 110. ഇത് 120. 120,000. കന്യ 2 teeth. ടീത്ത് എല്ലാം 2 പല്ല് അല്ലേ? എല്ലാം 2 പല്ല് പ്രായത്തിൽ അടിപൊളി കന്നി പശുക്കളാണ്. 85, 110, 120. നമസ്കാരം. എവിടെ സ്ഥലം? അങ്കമാലി. അങ്കമാലി കറക്റ്റ് എവിടെയാണ്? നമുക്ക് എത്ര നാട്ടിൽ ഫാം നടത്തുന്ന പശുക്കളൊക്കെ ഉണ്ട്? 7 വർഷമായിട്ട്. നമ്മുടെ ഫാമിന്റെ പേരെന്താ? ബെൻഹർ. നമ്മുടെ പാൽ എന്താ ചെയ്യുക മെയിനായിട്ട്? ലോക്കൽ സെയിലാണ്. ഇപ്പൊ നിലവിൽ എത്ര പശുക്കളുണ്ട്? 15. ഇന്ന് നമ്മളിപ്പോൾ മാർക്കറ്റിൽ എത്ര എടുത്തിട്ടുണ്ട്? ഇന്ന് 9. ഈ കാണുന്നതൊക്കെ 9 പശുക്കളാണ് അല്ലേ? നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള 9 പശുക്കളാണ് ചേട്ടൻ്റെ ഫാമിലിയൊക്കെ പുതിയതായിട്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത്? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് പശുക്കളുടെ കളക്ഷൻസ്? എങ്ങനെയുണ്ട് കളക്ഷൻ? ഒറ്റയ്ക്കാണ് എത്തിക്കുന്നത്? കുറച്ച് സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയേക്കാണ്. എങ്ങനെ കാറിലാണോ വന്നത്? കാറിലാണ് എത്തിയത്. ജസ്റ്റ് ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിട്ട് ബാക്കി പ്ലാനൊക്കെ? ഇത് പാല് സെയിലാണോ കൂടുതൽ തന്നെ? ഇതാരാ കൂട്ടാനാണോ? കൂട്ടാനാണ്. നിങ്ങൾ എല്ലാവരുടെ കാറിലൊക്കെ എത്തിയല്ലോ. ട്രിപ്പായിട്ട് ഇറങ്ങിയതില്ലേ? എന്നാലും ബാംഗ്ലൂരിൽ കണ്ട് പശുക്കൾ കണ്ട് ഒരുപാട് പശുക്കൾ. ഇത്രയും അധികം പശുക്കൾ ആദ്യമായിട്ട് കാണുമോ? നല്ല കളക്ഷൻസ് ഉള്ളത് ആദ്യമായിട്ട് കാണുവാണ്. ഇപ്പം നിലവിൽ നമ്മുടെ ഫാമിൽ എങ്ങനെയാണ്? പണിക്കാരൊക്കെയാണ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്? പണിക്കാർ എത്ര ജോലിക്കാരുണ്ട്? ചേട്ടാ, എങ്ങനെയാണ് ഇത്രയും പശുക്കളെ കൊണ്ടുപോയി പാലെല്ലാം കൊണ്ടുവന്നിട്ട് എങ്ങനെ ബൈ പ്രൊഡക്റ്റ് ആക്കുക? എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ലോക്കൽ സെയിലാണ്. അപ്പം ഡയറക്റ്റ് നമ്മൾ വീട്ടിൽ എത്തിക്കുകയാണോ അതോ എങ്ങനെയാണ്? കടകളിൽ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കും. എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നതിന് റേറ്റ് കൂടുതൽ വാങ്ങുന്നുണ്ടോ അതോ സെയിം? 60 രൂപയ്ക്കാണ് 1 ലിറ്റർ. അത്യാവശ്യം എൻക്വയറീസ് ഉണ്ട് പാലിൽ. അപ്പോൾ ഇതൊന്നാലും വേറെ മാക്സിമം ലോക്കൽ സെയിൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം തൈരും കൊടുക്കുന്നുണ്ട്. നമ്മളെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് പാക്കറ്റ് ചെയ്ത് വിൽക്കുന്നുണ്ടോ അതോ ഓർഡർ അനുസരിച്ച് കൊടുക്കുകയാണ്? എങ്ങനെയാണ് ഒരു ക്ഷീരം പശു വളർത്തൽ ലാഭകരമായിട്ട് എങ്ങനെ പോകുന്നുണ്ട്? എങ്ങനെ പോകുന്നുണ്ട്? ഇത് കൊണ്ടതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടോ? നമ്മൾ ഫാമിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ക്വാറന്റൈനോ ഇൻഷുറൻസ് എടുക്കണം. ചെയ്തിട്ടുണ്ട്. എല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യണം. നേരത്തെ എടുത്തിട്ടുണ്ടോ? പുറത്തുനിന്ന് പശുക്കൾ എടുത്തിട്ടുണ്ടോ? പശുക്കൾ അപ്പം കാര്യങ്ങളൊക്കെ അറിയാം. എത്ര വർഷമായിട്ട് ചേട്ടൻ ഈ ഒരു മേഖലയുണ്ട്? ഫാദറാണോ കൂടെ? ഫാദറാണ് നിൽക്കുന്നത് അല്ലേ? എത്ര വർഷമായിട്ട്? എങ്ങനെയാ പേരെങ്ങനെയാ? പൗലോസ്. നമ്മുടെ പേരൊക്കെ എങ്ങനെയാ? ഡെൽവിൻ. എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും ഒരുമിച്ച് വന്നതാണ്. എല്ലാ ബ്രദറാണ്. എല്ലാ ഇവർക്ക് ഇഷ്ടമാണ്, താല്പര്യമാണല്ലേ പശു വളർത്ത കാര്യങ്ങളൊക്കെ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? പൗലോസ്. എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു പശു വളർത്ത കാര്യങ്ങളൊക്കെ? പശുക്കളൊന്നുമില്ല, ചെറിയ രീതിയിൽ പശുക്കൾ പണ്ടത്തെ പശുക്കൾ വളർത്തിക്കൊണ്ടുവരാണ് അല്ലേ? എല്ലാം ഉണ്ട്, വണ്ടോട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ പശുക്കളല്ലാതെ ഇപ്പം നിലവിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്നാലും താങ്ക് യു സോ മച്ച്. ശക്തന ഇന്ന മാട് എവിടെ കേൾക്കണം അവര്? 140. കന്നിയാ 4 പല്ല്. എവിടെ പാല് കറക്കം വയ്ക്കണത്? കന്നിയിൽ ഒരു 20 ലിറ്റർ 25 ലിറ്റർ പ്രതീക്ഷിക്കലാണോ? കേട്ടെടുക്കാം അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല സൈസിൽ കാരണം ചേർന്ന് നിൽക്കണം. അണകട ഹൈറ്റിലിருக்கு. നല്ല ഹൈറ്റിലുണ്ട്. ഇത് അതാണ് 30 ലിറ്റർ 30 ലിറ്റർ 30 ലിറ്റർ പ്ലസ് 30 ലിറ്റർ പ്ലസ്. എത്ര പല്ലാണോ അത്? ലാസ്റ്റ് ഇപ്പോൾ 8 പല്ലായിരിക്കും അല്ലേ? ചേർന്ന് പല്ല് ചേർന്ന് ചേർന്നത്. പ്രൈസ് എവിടെ? പ്രൈസ് എവിടെയാണോ? 160 சொல்றேன். 160 ചോദിക്കുന്നത്. 30 ലിറ്റർ പ്ലസ് 35 ലിറ്റർ മിൽക്ക് കപ്പാസിറ്റി 35 ലിറ്റർ വരണം. എത്രയാണ് മിൽക്ക് തോന്നുന്നു കാക്ക മുടിയുമാ? ഓ, പല്ലായിട്ടില്ല. പല്ലാകാത്ത അടിപൊളി ഒരു അടിയിൽ കന്നി പശു. എന്താ മിൽക്ക് ലാസ്റ്റ് എവിടെ കിടക്കുന്ന? മിൽക്ക് പാല് 20 10-20 ലിറ്റർ പറയുന്നുണ്ട്.
ലാസ്റ്റ് വൺ പ്രൈസ് എவ்வளோண்ணா പ്രൈസ് 130 சொல்றேன் 130 ആ 1 ലക്ഷം ഇപ്പോൾ ചോദിക്കുന്നു ഫൈനൽ നെഗോഷ്യബിൾ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് 150 1,15,000 വേണമെങ്കിൽ കൊടുക്കും 130 ചോദിക്കുന്നു ഇതാണോ എന്താ രണ്ട് പല്ലിൽ കന്നിയാണ് രണ്ട് പല്ലിൽ കന്നി പശുക്കളാണ് എന്നാ പല്ലൊന്ന് പക്കുന്നു രണ്ട് പല്ലാണ് കന്നി പശുവാണ് മിൽക്ക് മാക്സിമം എവിടെ കിട്ടണത് 25 ലിറ്റർ ഇതൊക്കെ പ്രൈസ് എവിടെ വരണോ 140 നെഗോഷ്യബിളാ ഫൈനൽ എവിടെ റേറ്റ് വരണം നമ്മളിപ്പോൾ കാണുന്ന അടിപൊളി ഒരു കന്നി പശുവാണ് കേട്ടോ കുറച്ചൊക്കെ 20 ദിവസം ഗ്യാപ്പുണ്ട് ഒരു 25 ലിറ്ററൊക്കെ കിട്ടുമെന്ന് പറയുന്നു 1,40,000 രൂപയാണ് ചോദിക്കുന്നത് ഫൈനൽ ഇവർക്ക് വേണമെങ്കിൽ ഒരു 1,30,000 വേണമെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്ന പശുവാണ് കേട്ടോ അടിപൊളി ബ്രീഡ് ക്വാളിറ്റി ആണോ പല്ലൊന്ന് പക്കോട്ടോ ടീത്ത് നാല് പല്ലാണ് കന്നിയിൽ അടിപൊളി ഒരു 4 പല്ലുകളുടെ അടിപൊളി പശു രണ്ട് പല്ല് പ്രൈസ് റേറ്റ് 1,15,000 രൂപയാണ് രണ്ട് പല്ല് പതായത്തിൽ കന്നി പശു മാക്സിമം മിൽക്ക് കപ്പാസിറ്റി ഫസ്റ്റ് ലാക്ടേഷൻ മിൽക്ക് 25 ലിറ്ററോളം കിട്ടുമെന്ന് പറയുന്നത് അടിപൊളി കന്നി പശുവാണ് അവർ 1,15,000 രൂപയാണ് ചോദിക്കുന്നത് ഇത് നല്ല പെരുസ് 2 മാട് വെച്ചിരിക്കണ ഇത് എന്താ ഊർക്ക് പോകണ പാലക്കാടോ ഇതൊക്കെ എവിടെ പാല് കറക്കണ 50 ലിറ്റർ രണ്ടുകൂടെ ചേർത്തിട്ട് 45-50 ലിറ്റർ കിടക്കുന്ന മാതിരി അടിപൊളി പശുക്കളാണ് നല്ല ഹെവി സൈസാണ് അണ്ണേക്കാട് നല്ല സൈസ് ഉണ്ടല്ലോ മാടത് ഇതൊക്കെ എവിടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കണ 1 ലക്ഷം റേഞ്ചിൽ വന്നുള്ള അടിപൊളി വെടിക്കെട്ട് പശുക്കളാണ് ഇതൊക്കെ എത്ര പല്ല് പ്രായമാണ് 6 പല്ല് രണ്ടാമത്തെ പ്രസവത്തിൽ ഉള്ള പശുക്കളാണ് ഇതൊക്കെ എത്ര ഈ വൈറ്റ് കൂടി പശു എത്ര പാല് പ്രതീക്ഷിക്കണം 25-30 എന്താ ബ്ലാക്ക് വൈറ്റ് ആണോ 25-30 പ്രതീക്ഷിക്കാം അല്ലേ ഹർഷ നമസ്കാരം കുറെ നാളല്ലേ കണ്ടിട്ട് നമസ്കാരം കഴിയും പിന്നെ എങ്ങനെയുണ്ട് ഭക്ഷണത്തും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട് പാവൊക്കെ കോവിലുണ്ട് ഇപ്പോ ചെറുതായിട്ടൊരു സെയിലിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ചാളെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ നേരിട്ട് കുറച്ചാളെ മാർക്കറ്റിലുണ്ടായിരുന്നു ഇപ്പൊ ഇന്നും കുറെ അധികം പശുക്കൾ എടുത്തിട്ടുണ്ടല്ലേ 10 പശുക്കൾ അടിപൊളി പശുക്കൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല വെടിക്കെട്ട് പശുക്കളാണ് അതൊക്കെ നല്ല ഹൈറ്റിലും ബ്രീഡിലുള്ള അടിപൊളി കുറെ പശുക്കൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഫാമിൽ മൊത്തം എത്ര പശു നിർത്തുന്നുണ്ട് ഫാമിൽ നമ്മളിപ്പോ 22 പശു കറവയ്ക്ക് നിർത്തുന്നുണ്ട് പിന്നെ അത്യാവശ്യം ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് എടുത്തു കൊടുക്കുന്നു ആവശ്യക്കാർ സ്ഥിരമായിട്ട് നമ്മളിവിടെ ഫാം യൂസ് ചെയ്യാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരുമ്പോ അങ്ങനെ ചോദിച്ച ആവശ്യക്കാർക്ക് നമ്മളവിടെ കൊണ്ട് കെട്ടി നിർത്തുന്ന പരിപാടി ബുക്കിംഗ് അനുസരിച്ച് ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുന്നുള്ള ഇന്ന് കൊണ്ടുവച്ച നാളെ രാവിലെ എല്ലാവരും കൊണ്ടുപോകും അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 10 ആവുന്ന രീതിയിലായിരിക്കും വരിക അല്ലേ അങ്ങനെ വന്നിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പശുക്കൾ കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് ഫാമിൽ നിർത്തിയിട്ട് നമ്മളിപ്പോ ഏകദേശം 2 കൊല്ലത്തിന് അടുത്തായാലും തുടങ്ങി എക്സ്പീരിയൻസ് പറയുമ്പോ എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും ചിന്താമണി തന്നെയാണ് അതായത് പാല് കറവയുടെ ഈട് നിൽക്കും പിന്നെ മാക്സിമം കന്നിപ്പശുക്കളും അല്ലെങ്കിൽ പല്ല് നോക്കി എടുക്കാം ഫസ്റ്റോ സെക്കൻഡോ മാക്സിമം ബ്രോ എടുക്കുന്ന എല്ലാം കന്നിപ്പശുക്കളാണ് എല്ലാം നോക്കി നല്ല ചെറിയ ഫസ്റ്റോ സെക്കൻഡോ നോക്കിയിട്ട് മാക്സിമം എടുത്തേക്കുന്നത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ നമുക്കിപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോ 2 പല്ലിൽ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രസവങ്ങൾ 18-20 കിട്ടിയാൽ നമുക്ക് നഷ്ടം പറയാനൊന്നും ഒരിക്കലും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രസവത്തിൽ പാല് കൂടുന്ന ഇപ്പൊ ഈ കിട്ടുന്ന 18 കിട്ടിയാലും നമുക്ക് വല്ലാതൊന്നും പാൽ ഇറങ്ങി പോകത്തില്ല 7 മാസം ചെനയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ആവറേജ് ചുരുങ്ങിയത് ഒരു 13 പാൽ നിൽക്കുന്നുണ്ട് അപ്പൊ അത് വരെക്കും നമുക്ക് ഒരു കൊല്ലം നഷ്ടം പറയാനൊന്നും ഇല്ല നമുക്ക് ചെലവായി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ് നോക്കിയെടുത്തോളം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ എന്താ ഇൻഷുറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇൻഷുറൻസ് പിന്നെ നമ്മൾ ചെയ്യുന്നില്ല വാങ്ങുന്നവർ ചെയ്യണം വാങ്ങുന്നവർ നമ്മുടെ പേരിലേക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് വാങ്ങുന്നവര് പിന്നെ പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാം
അറിയാം, വരുന്നവര് ബ്രീഡ് ഉള്ളവർക്കും അറിയാം. നമ്മൾ ഏകദേശം വന്നാലും ₹1 കൊടുക്കാതെ ഒരു നല്ല പശുവിനെ കിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ അത്യാവശ്യം നമ്മൾ നല്ല വില കൊടുത്തിട്ടാണ് പശുക്കളെ എടുക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അറിഞ്ഞിരിക്കണം. എല്ലാവരും 70-80 എന്നുള്ള ഒരു ചിന്താഗതിയാണ്. പക്ഷെ നല്ല പശുക്കൾ വേണം. പശുക്കൾ ഇപ്പൊ നമ്മൾ വാങ്ങിയ പശുക്കൾ എല്ലാം കണ്ടാ അറിയാലോ, നമ്മുടെ വീഡിയോ നല്ല അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റീസ് ഉള്ള പശുക്കളാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മാക്സിമം എത്ര വരെ കിട്ടുന്നുണ്ട് നമുക്ക് കൊണ്ടുപോയ പശുക്കളൊക്കെ? അല്ലെങ്കിൽ നമുക്ക് ഏകദേശം 32 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഒരു 20 കുറയാതെ ഒരു 32 വരെ കിട്ടിയിട്ടുണ്ട്. 20 പറയത്തുള്ളൂ. എന്തായാലും കുറയത്തില്ല. നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. അങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് തന്നെയാണ് പശു നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. അതെ. ഫുഡ് ഐറ്റംസ് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കുന്ന മെയിൻ ആയിട്ട് സൈലേജ് ആണ്. പുല്ല് വൈക്കോല് ഞാൻ കൊടുക്കുന്നില്ല, സൈലേജ് മാത്രം. എന്താ വെച്ചാൽ ഫാം ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈലേജ് തന്നെയാണ് പോസിബിൾ. ശരിക്കും പറയുകയാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ സൈലേജ് തന്നെയാണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഫുഡ് എന്തൊക്കെയാ? പിന്നെ നമ്മള് പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പെല്ലറ്റിന്റെ അളവ് വളരെ കുറവാണ്. പിന്നെ ഞാൻ തവിട് ഐറ്റംസ് ഒരു 5 ഐറ്റം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സോയയുടെ തവിടുണ്ട്, അതേപോലെ തന്നെ ഗോതമ്പ് തവിട് നെയ്സ് 50 കിലോന്റെ സോയയുടെ മറ്റേ ഗോതമ്പ്. പിന്നെ വന്നിട്ട് ചോള പൊടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോളത്തവി എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കിട്ടുന്നുണ്ട്. ചോളത്തിന്റെ തന്നെ ഒരു ചോളത്തവി തമിഴ്നാട്ടിൽ കൂടുതൽ വരുന്നത്. ഞാൻ പാലക്കാട് ആയ കാരണം എനിക്ക് പൊള്ളാച്ചിന്ന് അടുത്തുള്ള കാരണം. പിന്നെ ഓട്സ് ആണ്. ഓട്സ് വന്നിട്ട് നമുക്ക് 630 രൂപ 20 കിലോന്റെ ചാക്കാണ്. 22. അപ്പൊ ഇത് ഓട്സ് എന്നൊക്കെ പറയുമ്പോൾ പാലിനെക്കാളും അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും കൂടി ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ. കൊടുക്കുന്ന രീതി പറയുമ്പോൾ ഈ തവിട് ഐറ്റംസ് ഒരു 2.5 കിലോ വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ പെല്ലറ്റ് 1.5 കിലോ. പെല്ലറ്റിന്റെ അളവ് കുറച്ച് കുറവായി കണ്ടതിനുള്ള കാരണം കുറച്ച് കുറവാക്കിയിട്ടോ കൊടുക്കുന്നത്. ഒരു 20 to 22 ലിറ്റർ ഒക്കെ ഇറക്കുന്ന പശു ആണെങ്കിൽ ഒരു 4 കിലോ രാവിലെ 4 കിലോ 29 to 30 രൂപ ഒരു കിലോന് നമുക്ക് പെല്ലറ്റ് അടക്കം നമുക്ക് ചാർജ് വരുന്നുണ്ട്. സൈലേജിന് ഒരു 80 രൂപ കണക്കാക്കിയാലും ഒരു 310 രൂപക്ക് നമുക്ക് അത് നിൽക്കും. ആവറേജ് വിട്ട് പശുക്കൾക്കൊക്കെ എനിക്കൊരു 42 രൂപ ആ റേഞ്ചൊക്കെ ഒരു 40 to 43 രൂപ വരെയൊക്കെ എന്തായാലും പാലിന് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന രീതി ഒരു 40 to 43 വരെയൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. എങ്ങനെ ആയിക്കോട്ടെ ഒരു 800-840 രൂപ ഒരു പശുവിൽ നിന്ന് വന്നാലും നമുക്കൊരു 300 രൂപ ചെലവ് പോയാലും ഒരു 4 മാസം 4-5 മാസത്തെ വരെയൊക്കെ ഈ പാലിന് വലിയ തോതിലൊന്നും ഒരു അളവിന് വ്യത്യാസം ഒന്നും വരാൻ. നല്ലൊരു കുട്ടി എടുക്കാം അല്ലേ? പിന്നെ എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തെ ഒരു മാസം നമ്മളെ ഇവരെന്തായാലും കെയർ ചെയ്യണം. മറ്റേ പശുക്കൾ പോലെയല്ല, ഒരു മാസം നമ്മള് നന്നായി കെയർ ചെയ്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കിയാൽ പിന്നെ അവര് നമ്മുടെ ഫാമായിട്ട് സെറ്റ് പിന്നെ അവരുടെ ഭാഗം നമുക്ക് ഒരു 5 കൊല്ലത്തിന് നമുക്ക് അവരെ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയും. ഇപ്പൊ എനിക്കാണെച്ചാൽ അകിട് വീക്കോ അല്ലെങ്കിൽ പനി അങ്ങനെയുള്ള നിൽക്കുന്ന പശുക്കൾക്ക് ഒരു പ്രശ്നമില്ല. കൊണ്ടുപോകുമ്പോൾ എന്തായാലും ഇത്ര ദൂരം യാത്ര ചെയ്തൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു മാസം എന്തായാലും തീറ്റെടുക്കാനും എല്ലാത്തിനും ചെറിയ ബുദ്ധിമുട്ടാവും. പക്ഷെ അത് റെഡിയാവും. നമ്മള് നോക്കി റെഡിയാക്കേണ്ട കേസാണ്. അത്രേ ഉള്ളൂ. ഇതിൽ അതേ ഉള്ളൂ. ഞാൻ പറയാം അവിടെ വന്നതുകൊണ്ട് തീറ്റെടുക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നു. ഒരു 10 ദിവസം നമ്മൾ പിന്നെ ജോലിക്കാരൊക്കെ ഉണ്ടോ ഫാമില്? ഇപ്പൊ ജോലിക്കാരില്ല. ഞാൻ ഇപ്പൊ ജോലിക്കാരെ നോക്കും. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരവായത് കാരണം ഇപ്പൊ നോക്കി ഇതുവരെക്കും ഉണ്ടായിരുന്നില്ല. ഞാനും ഇതാ പാർട്ട്ണറാണത് സമത. പാലക്കാട് തന്നെയാണ് നാട്? അടുത്തടുത്താണ്, ഫാമിലിയാണ്. നിങ്ങൾ രണ്ടുകൂടെ തുടങ്ങിയ ഫാമാണിത്. ഇപ്പൊ എത്ര വർഷമായിട്ട് നിങ്ങൾ രണ്ടുകൂടെ തുടങ്ങിയിട്ടുണ്ട്? ഇപ്പം 2 വർഷമായിട്ട് ഫാം മാത്രമായിട്ട് 2 വർഷമായിട്ട് 2 വർഷമായിട്ട് 4-5 വർഷമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു? എല്ലാ ബിസിനസ്സും ഉണ്ടായിരുന്നു. ഇതാക്കി നിൽക്കുന്നത് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ പുതിയതായിട്ട് വരുന്ന കസ്റ്റമർക്ക് നന്നായി ചെയ്തു കൊടുക്കാന്നൊരു ഉദ്ദേശത്തിലാണ് ഇപ്പം പശു തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും നഷ്ടത്തിൽ പറയുമ്പോൾ അതിനൊരു ചേഞ്ച് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ എങ്ങനെ നമുക്ക് ലാഭത്തിലാക്കാം എന്നാണ് നോക്കുന്നത്. പശു ഫാം എല്ലാവരും നഷ്ടമാകുന്നത് എങ്ങനെ ലാഭത്തിൽ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ, അതായത് പണി മാക്സിമം പണി കുറക്കാം, മാക്സിമം ജോലിക്കാരില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആക്കാം. അതാണ് മാക്സിമം ലാഭത്തിൽ പശു വളർത്തൽ എങ്ങനെ കൊണ്ടുപോകാന്നുള്ള ഇതിലാണ് അതിന്റെ രീതിയിൽ ഉപദേശങ്ങൾ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള പശുക്കളെ സെറ്റാക്കി എടുക്കുകയാണ്. എല്ലാവരും ജേഴ്സി പശുവാണ് കൂടുതലായിട്ട് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ജേഴ്സിയിൽ അത്ര നമുക്ക് ലാഭകരമല്ല. നോക്കുവാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പാല് പറ്റും, അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കർഷകർക്കും അതാണ് നഷ്ടം എന്ന് പറയാനുള്ള മെയിൻ കാരണം. നമ്മൾ ഈ HF-ലോട്ട് പോകുമ്പോൾ ആ ഒരു പ്രശ്നം ഇത് വളർത്തി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതൊരു മാറി ചിന്തിക്കാൻ ചിന്തിക്കത്തില്ല. ഒരു ധാരണ ഉണ്ട് ഈ ചൂട് താങ്ങില്ല അങ്ങനെയുള്ള പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഷെഡിൽ വന്ന് നോക്കാം. ഇത് പാലക്കാടാണല്ലേ? ഏറ്റവും ചൂടുള്ള സ്ഥലത്താണ് നിങ്ങൾ ഫാം സെറ്റ് ചെയ്യുന്നത്. കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ നമ്മുടെ പശുവിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്തെങ്കിലും ഫാൻ വേറെ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ഫാൻ ഇട്ടിട്ടുണ്ട്? നോർമലി ഇടുന്നതാണ്. പിന്നെ നമ്മൾ ഒരുപാട് വേനലാവുന്ന സമയത്ത് ഫോഗർ സെറ്റ് ചെയ്യും. അത് ആ ഒരു ടൈമിൽ മാത്രം ഒരു 3 മാസം നമ്മൾ ഫോഗർ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഓപ്പൺ ആണല്ലോ, ക്ലോസ് ആയിട്ടല്ലോ. തൊഴുത്തൊക്കെ നല്ല ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുന്നതാണ്. അതിന് എയർ സർക്കുലേഷൻ മാക്സിമം വേണം എന്നുള്ളതില്ല. മാക്സിമം 22 പശുക്കളാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ ബ്രോ, എന്തായാലും താങ്ക് യു സാർ. ശക്തനാ
കയ്യിൽ നല്ല അടിപൊളി 2 മാട് പിടിച്ചിരിക്കണം. കന്നി പ്രസവം എത്ര പല്ല് പ്രായമാണത്? 2 പല്ല് പ്രായത്തിൽ അടിപൊളി 2 കന്നി പശുക്കളാണ്. ഇതൊക്കെ എവിടെ പാല് പ്രതീക്ഷിക്കണം? 15-20 ലിറ്റർ. ഇത് 2 പ്രസവിച്ചാണോ? പ്രസവിച്ച മാടാ? ഒരെണ്ണം പ്രസവിച്ചാണ് ചെനയിട്ടിരിക്കുന്നത് അല്ലേ? 2 കൂടെ ചേർത്തിട്ട് എവിടെ പാല് കറക്കം വയ്ക്കണം? 35-40 ലിറ്റർ 2 കൂടെ പ്രതീക്ഷിക്കാം. 2 കൂടെ എന്തോ പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ? 90 റേഞ്ചിലോ? 90-90 റേഞ്ച് ഉണ്ടല്ലേ? 2 കൂടെ അടിപൊളി 2 കന്നി പശുക്കളാണ്. പ്രസവിച്ച് വയനാട്ടിലേക്ക് അടിപൊളി പശുക്കൾ. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക്? അങ്ങനെ കാണാനേ ഇല്ല അതിന്റെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാലേ. അത്ര സൈസിലുള്ള പശുക്കളാണ്. 20 മേലെ. നല്ല കാണുമ്പോൾ നല്ല ബ്രീഡ് ക്വാളിറ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ. 2 കൂടെ ചേർത്തിട്ട് അണ്ണനെ എത്ര പാല് പ്രതീക്ഷിക്കാ? 2 കൂടെ ചേർത്തിട്ട് 2 കൂടി ചേർത്ത് ഒരു 45-50 ലിറ്റർ എങ്ങനെയാലും കിട്ടും. നല്ല ബ്രീഡിലും ക്വാളിറ്റിയിലും നല്ല 100% കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമല്ല. നല്ല ക്വാളിറ്റിയുള്ള 2 പശുക്കളാണ്. അപ്പോൾ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? കുറെ നാടുകൾ കോണ്ടാക്ട് ഉണ്ടല്ലേ? ആദ്യമായിട്ടാണ് കാണുന്നത്. എവിടെ സ്ഥലം? നമ്മുടെ നാട്ടിലെ സ്ഥലം എവിടെയാണ്? ജില്ല മൂന്നാർ അടുത്ത് ഇടുക്കിയിലാണല്ലേ? ആരെ അച്ഛനാണോ? നമ്മുടെ 2 പേരെന്ന് പറഞ്ഞു എല്ലാം പരിചയപ്പെടുത്തി. അമ്മൽ. ബാബു. നമ്മൾ എത്ര വർഷമായിട്ട് പശു വളർത്തുന്നുണ്ട്? പശുക്കളുണ്ടോ? നമ്മൾ അവിടെ തന്നെയാണോ? എവിടെയെങ്കിലും മാറി വന്നതാണോ? കോട്ടയം പാലാന്ന് മാറിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ് അല്ലേ? ഇപ്പൊ എന്തൊക്കെ പരിപാടിയാണ്, ബിസിനസ് അവിടെ ഉള്ളത്? നമുക്ക് ഏലത്തോട്ടം കൃഷിയുണ്ട്. അത്യാവശ്യം നല്ല ഒരു 5-6 പശുക്കളുള്ളൂ. പക്ഷേ എല്ലാം നല്ല ബ്രീഡ് പശുക്കളാണ് കൂടുതൽ നിർത്തുക. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കന്നി പശുക്കളാണല്ലേ? ഒരെണ്ണം കന്നി, ഒരെണ്ണം സെക്കൻഡ് അല്ലേ? ഒരെണ്ണം കന്നി, ഒരെണ്ണം സെക്കൻഡ്. നല്ല 2 പശുക്കൾ, ചനപ്പശുക്കളാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ഫാമിൽ നിൽക്കുന്ന പശുക്കളൊക്കെ എങ്ങനെ എത്ര പാല് കിട്ടുന്നതൊക്കെയാണ്? എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 25, പിന്നെ ഒരു 22 കിട്ടുന്നുണ്ട്, പിന്നെ 33 കറന്നതുണ്ട്. അതില് സെക്സോട്ടഡ് കുത്തി വെച്ചുണ്ടായ ഒരു കിടാവുണ്ട്. ജർമ്മൻ സെക്സോട്ടഡ് ഇമ്പോർട്ടഡ് കുത്തി വെച്ചുണ്ടായതാ. അതില് ഞാൻ ഹോട്ട്സ്റ്റാർ കുത്തി വെച്ച് അത് കൺഫേം ആയിട്ടുണ്ട്. അതെ, പലർക്ക് 30 ലിറ്റർ 20 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്ന പല ആൾക്കും. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് 25 ലിറ്റർ 30 ലിറ്റർ എന്ന് പറഞ്ഞാലേ ശരിക്കും ആ പശുവിന് ആദ്യം ഫസ്റ്റ് ലാക്ടേഷനില് 15 ലിറ്റർ പാലേ കിട്ടിയുള്ളൂ രാവിലെ. പക്ഷെ സെക്കൻഡ് ആയി തന്നെ എനിക്കത് 22 വന്നു. ഒരു നേരം രാവിലത്തെ മാത്രം. നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കത്തില്ല. ഇപ്പോഴത്തെ ആൾക്കാരെ കൺസെപ്റ്റിൽ രാവിലെ ഒരു ദിവസം 10 ലിറ്റർ 15 ലിറ്റർ ഒക്കെ ഉള്ളൂ. നമ്മൾ ഈ 15 20 30 ഒക്കെ കിട്ടുന്ന പറയുമ്പോൾ ആരും വിശ്വസിക്കാത്ത പല ആൾക്കാരാണ്. അപ്പൊ അവരോടൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാനുള്ളത് എങ്ങനെയാണ്? നമ്മള് നല്ല ബ്രീഡിനെ നോക്കി വളർത്തി ഇപ്പൊ എല്ലാരും തന്നെ 30 ആ ഒരു ലെവലിലോട്ട് മാറി. ഇപ്പൊ 20-25 മാറി 30ലേക്ക് എത്തി. എല്ലാരും ഫാമാരെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മള് നമ്മുടെ കയ്യിലൊരു നല്ല മദർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നല്ല സെക്സോട്ടഡ് 7 കുത്തി വെച്ച് ഇപ്പൊ നല്ല KLDB-യിലാണേലും NDDB-യുടെ പല നല്ല ക്വാളിറ്റിയുള്ള സെവൻസ്. ഏതൊക്കെ സെവൻസ് യൂസ് ചെയ്യുന്നത്? ഞാനിപ്പം ഐരാവത് ഇൻസുലേറ്റ് ചെയ്ത് കൺഫേം ആയിട്ടുണ്ട്. അത് 19,000 ഈൽഡ് പറയുന്നത്. 60 ലിറ്റർ മേലെ ഉണ്ട്. 60 ലിറ്റർ കുത്തി വെച്ചേക്കുന്നതും 25 ഒക്കെ കറക്കുന്ന പശുക്കളാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം തള്ളയും നല്ലതായിരിക്കണം അല്ലേ? നമ്മൾ ചുമ്മാതെ നല്ല 7 കുത്തി വെച്ച് 10 ലിറ്റർ ഉള്ളതിനെ കുത്തി വെച്ചിട്ട് അതിന്റെ കുട്ടിക്ക് പാല് കിട്ടിയില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സൈസിലും ബ്രീഡിലുള്ള തള്ള പശുവിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടും എന്ന് പറയാം. ഇപ്പൊ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്? ഇപ്പൊ ഇതിന്റെ അകത്ത് ഞാനിപ്പം 2 വർഷമായിട്ടാണ് അപ്പാണല്ലേ? എത്ര വർഷമായിട്ട് ചേട്ടൻ വളർത്തുന്നുണ്ട്? നമുക്ക് ഓർമ്മ വെച്ച കാലത്ത് പശുക്കൾ വളർത്തുന്നുണ്ട്. ഒരു 15 വർഷമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ പാലൊക്കെ നമ്മൾ എന്താ ചെയ്യാ മാർക്കറ്റിൽ? എങ്ങനെയാണ് അവിടെ സെയില്? സൊസൈറ്റിയിലാണ് കൊടുത്തോണ്ടിരുന്നത്. നമുക്ക് അതിൽ നിന്നും കുറച്ച് വില കുറവാണ്. അപ്പൊ നമുക്കറിയാലോ ഇപ്പത്തെ കാലിത്തീറ്റയുടെ വിലയും. നമ്മളിപ്പോ ഇതുപോലത്തെ ബ്രീഡിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തീറ്റ കൊടുക്കണം. പരുത്തി പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്. അപ്പൊ അതെല്ലാം കൂടെ വരുത്തേനും സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പൈസയായിട്ട് നമുക്ക് നഷ്ടത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പയ്യെ ഇപ്പൊ ലോക്കൽ സെയിൽ പാല് കൊടുത്ത് കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ഫുഡ് എങ്ങനെയാ കൊടുക്കുന്നത് പറയൂ? ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് പശുക്കൾക്ക് പ്രസവിക്കുന്നതിന് മുമ്പ് തൊട്ട് തന്നെ നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് തുടങ്ങും. കടലപ്പിണ്ണാക്ക് എല്ലാം കുറേശ്ശെ കൊടുത്തു. പിണ്ണാക്ക് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കൊടുക്കുക അല്ലേ? ചെറുപയർ, വൻപയർ, ഉഴുന്ന്, കടല ഇതെല്ലാം പൊടിച്ച് നല്ല പൊടിയായിട്ട് കൊടുക്കും നേരിട്ട്. എങ്ങനെ അളവൊക്കെ എങ്ങനെയാ? എത്ര അത് അളവ് ഏകദേശം? നമ്മളൊരു പ്രസവിക്കുന്നതിന് മുമ്പ് തൊട്ട് എല്ലാ സാധനവും ഒരു 5 കിലോ വെച്ച്
എല്ലാം കൂടെ ഒരുമിച്ച് 5 കിലോ ഒരു ദിവസം പൊടിച്ച് വെച്ചേക്കും. കുറച്ച് ഒരു 10-15 ദിവസം കൊണ്ട് നമ്മൾ 5 കിലോ വെച്ച് വാങ്ങിയിട്ട് പൊടിച്ചിട്ട് കുറച്ച് 10 ദിവസത്തേക്ക് കൊടുക്കും. 500 ഗ്രാം വെച്ചിട്ട് ഓരോന്നിന്ന് അല്ലേ. ചെറുപയർ എന്തൊക്കെയാ? ചെറുപയർ, വൻപയർ, ഉഴുന്ന്, കടല ഇതെല്ലാം കൂടെ 5 കിലോ ആക്കിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് പ്രസവിക്കുന്നതിന് ഒരു 10 ദിവസം മുന്നേ. അപ്പൊ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾ റിസൾട്ട് കിട്ടിയത്? എന്തൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കൾക്ക് അങ്ങനെ പെട്ടെന്ന് പാല് കുറയുന്നില്ല. നമ്മളിപ്പോ ഇതൊരു 1.5 മാസത്തിന് അതിന് നിർത്തും. എന്നാലും ആ പാല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തൊരു 3 അല്ലെങ്കിൽ 6 മാസത്തേക്ക് പോകുന്നുണ്ട്. പശുക്കളും അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിൽക്കും. പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന ക്ഷീണങ്ങളൊക്കെ മാറിക്കൊട്ടുന്നുണ്ട്. പിന്നെ പെറ്റ് കഴിയുമ്പോൾ നമ്മൾ പരുത്തിപ്പിണ്ണാക്ക്, കമ്പ്, ചോളത്തിന്റെ മിക്സ് പൊടിച്ചു കൊടുക്കും. നമ്മൾ ചോളം നേരിട്ട് പൊടിച്ചു കൊടുക്കുക. പൊടിച്ചു കൊടുക്കും. തമിഴ്നാട് അവിടുന്ന് ബോട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പൊടിച്ചു കൊടുക്കും അല്ലേ. അപ്പൊ അല്ലാതെ കറവ പശുക്കൾക്ക് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് കൊടുക്കുക. കറന്നു കഴിഞ്ഞാലും അല്ല ഈ പൊടി വീണ്ടും കൊടുക്കുമോ? നമ്മൾ എപ്പോഴും കൊടുത്തോണ്ടിരിക്കും. ഈ പൊടി കടല അതൊരു 2 മാസത്തേക്ക് കൊടുക്കും. അത് കഴിയുമ്പോ അത് നിർത്തും. പരുത്തിപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും മെയിനായിട്ട് എപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പാൽ കറവ തുടങ്ങി കഴിഞ്ഞാൽ ഒരു കാലത്തൊരു ഐറ്റംസ് കൊടുക്കും. കൺഫേം ആവുന്നവരെ അത് മെയിൻറ്റെയിൻ. ഇത് എത്ര നാൾ കഴിഞ്ഞാൽ എനിക്ക് കുത്തി വെക്കുന്നത്? ഒരു വേണം പ്രസവിച്ചിട്ട് നമ്മളൊരു 3 മാസം 4 മാസം കഴിയുമ്പോൾ കുത്തി വെക്കാറുണ്ട്. തന്നെ നമ്മൾ കുത്തി വെക്കും. കാരണം അതാണ് ഏറ്റവും നല്ലതെന്നാണ് പൊതുവെ. പക്ഷെ പാല് കുറയുന്ന ഒരു സീനില്ല. 4 മാസമാകുമ്പോൾ പാല് കുറയുമല്ലോ. അല്ല കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പാല് കുറയുന്ന ഒരു പെട്ടെന്ന് കുറയില്ല. 4 മാസം കഴിയുമ്പോൾ നമുക്ക് കുറയാൻ തുടങ്ങും. ചെനങ്ങടെ പിടിക്കുകയാണെങ്കിൽ ആള് വലിയായിട്ട് കുറയത്തില്ല. ഒരു 6 മാസം നമ്മൾ ഇപ്പൊ എങ്ങനെയാലും നമ്മുടെ നിൽക്കുന്ന 20-25 to 30-32 ലിറ്റർ ഉള്ളതാണ്. ഒരുപാടൊന്നുമില്ല, 3-4 ഇപ്പൊ ഈ 2 നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മുടെ എക്സ്പെക്ടേഷൻ രണ്ടും കൂടെ ഒരു 30 നമ്മുടെ കാലാവസ്ഥയെ പ്രതീക്ഷിക്കാം. നല്ല തണുത്ത കാലാവസ്ഥയുണ്ടാ. 2 നേരം കൂടെ 30. 2 പല്ലിൽ 20-22 ലിറ്റർ പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസിലുണ്ട്. 2 പല്ല് പ്രായമുള്ളൂ അല്ലേ? പ്രായം കുറവാണ്. 2 പല്ല് പ്രായം. പക്ഷേ കൊമ്പുണ്ടല്ലേ? ചെറിയ കൊമ്പുള്ള ടൈപ്പ് പശുവിനൊക്കെ കൊമ്പിലൊക്കെ ഒറിജിനൽ മുഴയാണ് അല്ലേ? ഇവിടെ ഒറിജിനൽ മുഴയാണ്. അത്യാവശ്യം നല്ല സൈസിലുണ്ട്. എന്നാലും നല്ല വലുപ്പത്തിലുള്ളൊരു പശുവാണ്. നല്ല മടി സെറ്റൊക്കെ ആയിട്ടുള്ളൊരു പശുവാണ്. എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റിലെ കളക്ഷൻസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൺഫ്യൂഷൻ ആയില്ലേ? നമുക്ക് ഒരെണ്ണത്തെ എടുക്കാൻ തോന്നില്ല. ഇതല്ലെങ്കിൽ അടുത്തത്. പക്ഷെ എല്ലാത്തിനും മാറ്റി കെട്ടിയാൽ ഓരോ പശുക്കളും നല്ല ക്വാളിറ്റി ഒന്നിനൊന്നിനും മെച്ചം പശുക്കളാണ് വളരുന്നത്. അപ്പൊ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടാലും അതിന് അടുത്തിനെ എടുക്കണമെന്ന് മാറ്റി കെട്ടി കഴിഞ്ഞപ്പോഴാണ് അടുത്ത് വേറെ ഉണ്ടെന്ന് കാണുന്നത്. എല്ലാ പശുക്കളും മാറ്റി കെട്ടിയിരിക്കുന്നുണ്ട്. എല്ലാം നല്ല പശുക്കളായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫാമിങ് തുടക്കക്കാരാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നോക്കിയിട്ട് എടുത്താൽ മതി അല്ലേ? ഓക്കെ താങ്ക് യു. ശക്തനാ, ഇതെല്ലാം എങ്ങോട്ട് വയനാട്ടിലേക്കും പൊള്ളാച്ചിയിലേക്ക് പോകുന്നത്? എത്ര മാടുള്ളൂ അതിനകത്ത്? മാക്സിമം 10 സുഖമായിട്ട് പോകും. ഇത് എങ്ങനെ കിലോമീറ്റർ ചാർജ് എത്ര ഉണ്ട്? 1 സൈഡ് വരും. അപ്പൊ അപ്പാണ്ട് വരുമ്പോൾ 60-65 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. 10 പശുക്കൾ സുഖമായിട്ട് പോകും അല്ലേ? എല്ലാം നിറച്ച് മൂടി എല്ലാം കെട്ടിയിട്ടുണ്ട്. അടി ചകിരി എല്ലാം ഇട്ടെല്ലാം സെറ്റായിട്ട് പോവാണ്. നമ്മൾ ഈ കാണുന്ന 3 വണ്ടിയിലായിട്ടാണ് ഇന്ന് 31ഓളം പശുക്കൾ പോകുന്നത്. ഇപ്പോൾ 3 വണ്ടിയിലും ലോഡ് നിറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഈ കാണുന്ന ഡയറക്റ്റ് 10 പശുക്കൾ എടുത്താൽ ഡയറക്റ്റ് പോവാണ്. അല്ലാത്തത് സേലത്ത് പോയിട്ട് ഇറക്കിയിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. നമുക്ക് 3 വണ്ടിയൊന്ന് കാണാം. അപ്പോൾ ഈ ഒരു വണ്ടി നിറഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വണ്ടിയാണ്. നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 വണ്ടി. ഈ കാണുന്ന 3 വണ്ടിയിലാണ് നമ്മൾ 31ഓളം പശുക്കൾ ഇന്ന് കേരളത്തിലേക്ക് പോകുന്നത്.